പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് SBI റിക്രൂട്ട്മെൻ്റ് ആണ്. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കറണ്ട് ഓപ്പണിംഗ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് മെനി ഓപ്പർച്യൂണിറ്റീസ് ഫോർ യങ് ഗ്രാജുവേറ്റ് ആസ് വെൽ ആസ് എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽസ് ഫോർ accelerated career growth. Discover all the opportunities below to join the largest bank of the country and work in an exciting, motivating, meritocratic, and truly collaborative environment. State Bank of India has abrogated HIV testing from its list of medical tests to be undertaken during SBI recruitment and promotion examinations. ഇനി റിക്രൂട്ട്മെൻറ്റുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ് എന്ന് നോക്കാം. എൻ്റെ ലാസ്റ്റ് ഡേറ്റ് നോക്കാം. എൻഗേജ്മെൻറ്റ് ഓഫ് റിട്ടയർഡ് ബാങ്ക് ഓഫീസേഴ്സ് ഓഫ് SBI ആൻഡ് ഫസ്റ്റ് വൈൽ അസോസിയേറ്റ് ബാങ്ക് EABS on contract basis for the post of concurrent auditor. Apply online from 18th February 2025 to 15th March 2025. അതായത് ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 15-ാം തീയതിയാണ്. അഡ്വർടൈസ് നമ്പർ ഇതാണ്. ഈ അഡ്വർടൈസ് നമ്പറിൽ സൈറ്റിൽ പോയി നോക്കിയാൽ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് മനസ്സിലാവും. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കാം. അടുത്തത് റിക്രൂട്ട്മെൻറ്റ് ഓഫ് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ ഓൺ contractual basis. Apply online from 8th February 2025 to March 2nd 2025. Last date March 2nd ആണ്. Recruitment of specialist cadre officer on contractual basis. Last date 2nd March 2025 ആണ്. അടുത്തത് റിക്രൂട്ട്മെൻറ്റ് ഓഫ് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ ഓൺ contractual basis. ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 2 തന്നെയാണ്. റിക്രൂട്ട്മെൻറ്റ് ഓഫ് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ ഓൺ റെഗുലർ ബേസിസിൽ ലാസ്റ്റ് ഡേറ്റ് 24-ാം തീയതിയാണ്. 24 ഈ മാസം 24-ാം തീയതിയാണ്. ഇനി അധികം ദിവസമില്ല. അടുത്തത് റിക്രൂട്ട്മെൻറ്റ് ഓഫ് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ ഓൺ കോൺട്രാക്ച്വൽ ബേസിസ്, അതും 24-ാം തീയതി ലാസ്റ്റ് ഡേറ്റ്. അടുത്തത് റിക്രൂട്ട്മെൻറ്റ് ഓഫ് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ ഓൺ കോൺട്രാക്റ്റ് ബേസിസ്, ലാസ്റ്റ് ഡേറ്റ് 13-ാം തീയതി. അത് കഴിഞ്ഞു പോയതാണ്. ഇതെല്ലാം ഇനി കഴിഞ്ഞു പോയതാണ്. അപ്പം നമ്മൾക്ക് ഇതുവരെയുള്ളത് നോക്കിയാൽ മതി. 24-ാം തീയതി വരെയുള്ളത് നോക്കിയാൽ മതി. അപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് റിക്രൂട്ട്മെൻറ്റ് ഓഫ് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ ഓൺ റെഗുലർ ബേസിസ്, അത് ലാസ്റ്റ് ഡേറ്റ് 24/2/2025 അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളതെല്ലാം നിങ്ങൾ വായിച്ചെടുക്കുക കേട്ടോ. നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഡീറ്റെയിൽസ് ഓഫ് പോസ്റ്റ് ഓർ വേക്കൻസി. നെയിം ഓഫ് പോസ്റ്റ് മാനേജർ, ഡാറ്റാ സയൻറ്റിസ്റ്റ്, ഗ്രേഡ് മിഡിൽ, മാനേജ്മെൻറ്റ്, ഗ്രേഡ്, സ്കെയില്, അങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ട് അതിൻ്റെ ഓരോ വേക്കൻസീസും കാറ്റഗറി അനുസരിച്ചുള്ള വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് ഡെപ്യൂട്ടി മാനേജർ ഡാറ്റാ സയൻറ്റിസ്റ്റിൽ, അതും മിഡിൽ, മാനേജ്മെൻറ്റ്, ഗ്രേഡ്, സെക്കൻഡ്, സ്കെയില്, അതും 3 കാറ്റഗറി ആയിട്ട് വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അബ്രിവേഷൻസൊക്കെ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചെടുക്കുക കേട്ടോ. പിന്നെ എൻ്റെ ക്വാളിഫിക്കേഷൻ പറയാം. ക്വാളിഫിക്കേഷൻ മാനേജർ, ഡാറ്റാ സയൻറ്റിസ്റ്റ് മാനേജറിൻ്റെ ക്വാളിഫിക്കേഷൻ, ബേസിക് ക്വാളിഫിക്കേഷൻ BE or BTech or MTech in computer science or IT or electronics or electrical and electronics, electronics and communication, data science or AI and ML or equivalent degree in above disciplines, or MSc data science or MSc statistics, MA statistics, M stats or MCA from AICTE
or UGC recognized university institution. Minimum 60% mark or equivalent grade in both graduation or post graduation. Preferred qualification BA or PGDM with a specialization in finance and any certification in ML or AI or natural language processing. Experience minimum 5 years of overall. Minimum 2+ years full-time experience in the areas of analytics, etc. അപ്പോൾ ഇതൊക്കെ വായിച്ചെടുക്കാം. ഇനി ഡെപ്യൂട്ടി മാനേജറിൻ്റെ ക്വാളിഫിക്കേഷൻ BE or BTech or MTech in computer science or IT, electronics അങ്ങനെ etc. Minimum 60% marks or equivalent grade in both graduation or post graduation. Preferred MBA or PGDM with അത്രയുമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ്. പിന്നെ ഇതെല്ലാം നിങ്ങൾ വായിച്ചെടുക്കുക. ഞാൻ ഇമ്പോർട്ടൻസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ ഏതാണെന്ന് നോക്കാം. അടുത്തത് റിക്രൂട്ട്മെൻറ്റ് ഓഫ് സ്പെഷ്യലിസ്റ്റ് കാഡർ ഓഫീസർ ഓൺ കോൺട്രാക്ച്വൽ ബേസിസ്. ലാസ്റ്റ് ഡേറ്റ് 2/3/2025. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഏതാണെന്ന് നോക്കാം. നെയിം ഓഫ് പോസ്റ്റ് ഡെപ്യൂട്ടി CTO. CTO എന്നാണ് ചീഫ് ടെക്നോളജി ഓഫീസറാണ്. ഇൻഫ്രാസ്ട്രക്ചർ IT ഇൻഫ്രാസ്ട്രക്ചറിൽ. UR ഒരൊഴിവ്, ടോട്ടൽ ഒരൊഴിവുള്ളൂ. ഏജ് 31/10/2024. മിനിമം 38 ഇയേഴ്സ്, മാക്സിമം 50 ഇയേഴ്സ്. ഇനി എൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. Qualification first class engineering, graduate in computer science or information system or other related fields, etc. Higher qualification PG in related fields or MBA or PGDM or PGDBM or MMS will be given preference. Experience, essential experience 15 years of experience in IT business industry, etc. അതാണ് പോസ്റ്റിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ചെടുക്കുക.